ഹലോ ഫ്രണ്ട്സ്, വർക്ക് എനർജി ആൻഡ് പവർ പാർട്ട് 7 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ചുള്ള നിങ്ങളുടെ NCERT ടെക്സ്റ്റിലെ എല്ലാത്തരം കോൺസെപ്റ്റുകളും അതുപോലെ ക്വസ്റ്റ്യൻസുമാണ്. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. കോൺസെപ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ കഴിവ് അല്ലെങ്കിൽ കപ്പാസിറ്റി വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്, അവൻ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണ്. എന്താണ് അതിന്റെ മീനിങ്? അവൻ എന്തോ ഒരു കഴിവുണ്ട്, ശരിയല്ലേ? എന്തോ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇതുപോലെ വസ്തുക്കളിലും പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് സംഭരിച്ചു വെച്ചിരിക്കും, അതിൻ്റെ ഉള്ളിൽ സംഭരിച്ചു വെച്ചിരിക്കും. ഈ ഒരു കഴിവിനെ അല്ലെങ്കിൽ ഈ ഒരു എനർജി വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഈ പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത് പ്രധാനമായിട്ടും വസ്തുക്കളുടെ കോൺഫിഗറേഷൻ കൊണ്ടോ, അതായത് സ്ഥിതി കൊണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ കൊണ്ടോ, അതായത് സ്ഥാനം കൊണ്ടോ ആയിരിക്കും. സോ ഒരു വസ്തുവിൻ്റെ സ്ഥിതി കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം കൊണ്ടോ വസ്തുവിന് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഫിഗറേഷൻ. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു സ്പ്രിംഗ് ഉണ്ട്. നമ്മൾ ആ സ്പ്രിങ്ങിനെ ആണെങ്കിൽ ഒന്ന് വലിച്ചു വിടാൻ പോവുകയാണ്. അങ്ങനെ വലിച്ചു വിടുമ്പോൾ സ്പ്രിങ്ങിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യും, ശരിയല്ലേ? അങ്ങനെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിനകത്ത് ഒരു പൊട്ടൻഷ്യൽ എനർജി സെറ്റപ്പ് ചെയ്യും. സോ ഈ ഒരു എനർജി കാരണമാണ് സ്പ്രിങ് വർക്ക് ചെയ്യുന്നത്. ഈ എനർജി വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്. സ്പ്രിങ്ങിനകത്തുണ്ടായ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. സോ കോൺഫിഗറേഷൻ ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ, അതിൻ്റെ അവസ്ഥയാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ആ ബോഡിയിൽ ഉണ്ടാകുന്ന എന്താണ്? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനിയാണെങ്കിൽ നമ്മൾ ബോഡിയുടെ പൊസിഷൻ ആണെങ്കിലും ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ ഒരു സർഫസ് ഉണ്ട്. സർഫസിലാണെങ്കിൽ ഒരു ബോൾ ഇരിപ്പുണ്ട്. ഈ ബോളിൻ്റെ ഹൈറ്റ് അഥവാ അതിൻ്റെ പൊസിഷനെ ആണെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യിക്കാൻ പോവുകയാണ്. സോ ഇപ്പോൾ ബോൾ ആണെങ്കിൽ സർഫസിൽ നിന്നും കുറച്ച് ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞു, ശരിയല്ലേ? ഉറപ്പായിട്ട് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ ഹൈറ്റ് കാരണം ഈ ബോളിന് ഒരു സ്പെഷ്യൽ എനർജി കിട്ടും, ശരിയല്ലേ? ഞാൻ ഈ ബോളിനെ ആണെങ്കിൽ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബോൾ താഴേക്ക് പോകും, അതായത് ബോൾ വർക്ക് ചെയ്യും. സോ വർക്ക് ചെയ്യാനായിട്ട് ബോഡിക്ക് ഒരു എനർജി വേണം, ശരിയല്ലേ? അപ്പോൾ ആ എനർജി വിളിക്കുന്ന പേരെന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അതായത് ബോഡിയുടെ പൊസിഷൻ കാരണം കിട്ടുന്ന എനർജിയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അതിൻ്റെ കോൺഫിഗറേഷനാണ് കാരണമെങ്കിൽ കിട്ടുന്ന എനർജി എന്താണ്? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് തരം എനർജി ഉണ്ട്. ഒന്ന് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയും മറ്റൊന്ന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും. ഇനി പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് വിശദമായി പഠിക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റാണ് കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും. സോ നമുക്ക് നോക്കാം. കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. നമുക്ക് ആദ്യം തന്നെ കൺസർവേറ്റീവ് ഫോഴ്സിനെ കുറിച്ച് നോക്കാം. ഒരു ഫോഴ്സ് കൺസർവേറ്റീവ് ആകണമെങ്കിൽ ആ ഫോഴ്സ് ഒരു വർക്ക് ചെയ്യണം. ആ വർക്ക് ബോഡി സഞ്ചരിച്ച പാത്തിനെ ആശ്രയിക്കുവാൻ പാടില്ല. എങ്കിൽ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. എന്താണ്? ഇവിടെയാണെങ്കിൽ എൻ്റെ ഒരു ബോൾ ഉണ്ട്. ബോളിൻ്റെ മാസ് എം ആണ്. ഈ എം മാസുള്ള ബോൾ തറയിലിരിക്കുകയാണെന്ന് കരുതുക. ഞാനാണെങ്കിൽ ബോളിനെ ആണെങ്കിൽ മുകളിലോട്ട് ഉയർത്താൻ പോവുകയാണ്. ഒരു ഹൈറ്റ് വരെ ബോൾ മുകളിലോട്ട് ഉയർത്തി. സോ എം മാസുള്ള ബോൾ ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞു, ശരിയല്ലേ? അപ്പോൾ എത്ര ഹൈറ്റ് ഉയർന്നത്? ഇത്രയും ഹൈറ്റ്. ഞാൻ പറയുകയാണ് എച്ച് ഹൈറ്റ് ഉയർന്നു. അപ്പോൾ ഈ ബോളിനെ ആണെങ്കിൽ ഭൂമി എങ്ങോട്ട് വലിക്കും? താഴോട്ട് വലിക്കും, ശരിയല്ലേ? ഭൂമി കൊടുത്ത ഫോഴ്സ് എത്രയാണ്? ഭൂമിയുടെ ഫോഴ്സാണ് വെയിറ്റ് mg. സോ ഭൂമി കൊടുത്ത ഫോഴ്സ് താഴേക്കായിരുന്നു, ബോഡി പോയത് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്, ശരിയല്ലേ? സോ ഭൂമി കൊടുത്ത വർക്ക് എന്താണ്? നെഗറ്റീവ് വർക്കാണ്. എങ്കിൽ ഭൂമിയുടെ വർക്ക് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ, ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എത്രയാണ്? mg ആണ്. എസ് എത്രയാണ്? എച്ച് ആണ്. കോസ് തീറ്റ, തീറ്റ എത്രയാണ്? അതായത് ഫോഴ്സ് കൊടുത്തത് താഴോട്ടാണ്, അതുപോലെ സഞ്ചരിച്ചത് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്, ശരിയല്ലേ? ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. സോ കോസ് 180 എത്രയാണ്? കോസ് 180 എന്ന് പറയുന്നത് -1 ആണ്. സോ -1. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു -mgh ആണ്, ശരിയല്ലേ? നമ്മൾ ബോൾ മുകളിലോട്ട് ഉയർത്തുമ്പോൾ ഗ്രാവിറ്റി ചെയ്ത വർക്ക് എന്താണ്? നെഗറ്റീവ് വർക്കാണ്. ഇനിയാണെങ്കിൽ ഈ സെയിം ബോൾ ആണെങ്കിൽ താഴെ ഇരിക്കുകയാണ്. ഈ ബോളിനെ ഞാൻ മറ്റൊരു പാത്തിലൂടെ ഇതേ ഹൈറ്റിൽ കൊണ്ടെത്തിക്കാൻ പോവുകയാണ്. സോ ഞാൻ ഇപ്പോൾ മൂവ് ചെയ്ത ബോൾ ഇങ്ങനെയാണ്. സോ ബോൾ ഇങ്ങനെ സഞ്ചരിച്ചു, ഇങ്ങനെ പോയി, ഇങ്ങനെ എത്തിച്ചേർന്നു, ശരിയല്ലേ? ഇപ്പോഴും വർക്കിൻ്റെ വാല്യൂ എത്രയാണ്? W = Fs cos തീറ്റയാണ്, ശരിയല്ലേ?
എഫിൻ്റെ വാല്യൂ എത്രയാണ്? ഭൂമി എങ്ങോട്ടാണ് വലിച്ചത്? എപ്പോഴും താഴോട്ടാണ് വലിച്ചത്. വാല്യൂ എത്രയാണ്? mg ആയിരുന്നു. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? h ആണ്. അതുപോലെ ആംഗിൾ എത്രയാണ്? ആംഗിൾ ഇപ്പോഴും 180 ഡിഗ്രിയാണ്. ശരിയല്ലേ? സോ ഇപ്പോഴും വാല്യൂ എത്രയാണ്? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു -mgh ആണ്. അതായത് ബോഡി നേരെ പോയപ്പോഴും വളഞ്ഞു പുളഞ്ഞ പാത്തിലൂടെ പോയപ്പോഴും വർക്കിൻ്റെ വാല്യൂ എന്തായിരുന്നു? സെയിം തന്നെയാണ്. എങ്കിൽ കൊടുത്ത ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. സോ എ ഫോഴ്സ് ഈസ് സെറ്റ് ടു ബി കൺസർവേറ്റീവ്. ഒരു ഫോഴ്സ് കൺസർവേറ്റീവ് ആകണമെങ്കിൽ, സോ ഈ ഫോഴ്സ് എന്തായിരുന്നു? കൺസർവേറ്റീവ് ആയിരുന്നു. ശരിയല്ലേ? ഈ ഫോഴ്സ് കൺസർവേറ്റീവ് ആകണമെങ്കിൽ ഇഫ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്, ആ ഫോഴ്സ് ഒരു വർക്ക് ചെയ്യണം. ഓൺ എ ബോഡി ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. സോ ഫോഴ്സ് ആണെങ്കിൽ ഒരു വർക്ക് ചെയ്യണം. ആ വർക്ക് ആണെങ്കിൽ പാത്തിനെ ആശ്രയിക്കാൻ പാടില്ല. ശരിയല്ലേ? നേരത്തെ നേരെ കൊണ്ടുപോയപ്പോഴും ബോഡിയെ നമ്മൾ വളഞ്ഞു പുളഞ്ഞ പാത്തിലൂടെ കൊണ്ടുപോയപ്പോഴും വർക്കിൻ്റെ വാല്യൂ എത്രയായിരുന്നു? ഗ്രാവിറ്റി ചെയ്ത വർക്ക് -mgh തന്നെയായിരുന്നു. ശരിയല്ലേ? അപ്പോൾ ഗ്രാവിറ്റി ചെയ്ത വർക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ബോഡി സഞ്ചരിച്ച പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എങ്കിൽ ഗ്രാവിറ്റി കൊടുത്ത ഫോഴ്സ് അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? അതിൻ്റെ ഇനിഷ്യൽ പൊസിഷനെയും അതുപോലെ അതിൻ്റെ ഫൈനൽ പൊസിഷനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ശരിയല്ലേ? സോ ഈ ഇനിഷ്യൽ പൊസിഷൻ മുതൽ ഫൈനൽ പൊസിഷൻ വരെയുള്ള അകലം മാത്രമേ നമ്മൾ പരിഗണിക്കാറുള്ളൂ. അല്ലാതെ ബോഡി പോയ പാത്തിനെ നമ്മൾ എടുക്കുന്നുണ്ടോ? ഇല്ല. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ വർക്കിലാണെങ്കിൽ നമ്മൾ ഈ പാത്തിനെ എടുക്കത്തില്ല. എങ്കിൽ അത്തരം ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. അല്ലെങ്കിൽ ഇക്വലൻ്റ്ലി എ ഫോഴ്സ് ഈസ് സെറ്റ് ടു ബി കൺസർവേറ്റീവ്. അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൺസർവേറ്റീവ് ആകണമെങ്കിൽ ഇഫ് ദ വർക്ക് ഡൺ ബൈ ഇറ്റ് ഇൻ മൂവിങ് എ ബോഡി എറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഈസ് സീറോ. അതായത് ഒരു ബോഡി ആണെങ്കിൽ ഇങ്ങനെ ഒരു സർക്കുലാർ പാത്തിലൂടെ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ സഞ്ചരിക്കണം. എന്താണ് ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞാൽ? എവിടെയാണോ തുടങ്ങുന്നത് അവിടെ തന്നെ വന്നു ചേരണം. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് പാത്ത്. അപ്പോൾ ക്ലോസ്ഡ് പാത്തിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 0 ആണ്. ശരിയല്ലേ? എവിടെ തുടങ്ങിയോ അവിടെ തന്നെ വന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ 0 ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ 0 ആണെങ്കിൽ വർക്ക് എത്രയായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരെന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് തോന്നും, എല്ലാ ഫോഴ്സും ഇങ്ങനെ കൺസർവേറ്റീവ് അല്ലേ? കൺസർവേറ്റീവ് ആവാത്ത വല്ല ഫോഴ്സ് ഉണ്ടോ? ആക്ച്വലി കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അല്ലെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സ്. ഇതൊക്കെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. അതുപോലെ എല്ലാ സെൻട്രൽ ഫോഴ്സുകളും കൺസർവേറ്റീവ് ആണ്. എന്താണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ബോഡിയുടെ സെൻട്രൽ നിന്നും മറ്റു ബോഡിയുടെ സെൻട്രലിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളാണ് സെൻട്രൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സുകളെല്ലാം കൺസർവേറ്റീവ് ഫോഴ്സുകളായിരിക്കും. അപ്പോൾ കൺസർവേറ്റീവ് ആവാത്ത ഫോഴ്സുകളുണ്ട്. ശരിയല്ലേ? അത്തരം ഫോഴ്സുകൾ വിളിക്കുന്ന പേരെന്താണ്? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. സോ നമുക്ക് നോക്കാം എന്താണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് അതായത് ഒരു ഫോഴ്സ് ഒരു വർക്ക് ചെയ്യുകയാണെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ, ഞാനാണെങ്കിൽ ഒരു പേന ഉപയോഗിച്ച് അല്ലെങ്കിൽ ചോക്ക് ഉപയോഗിച്ച് ഇവിടുന്ന് വരയ്ക്കാൻ പോവുകയാണ്. സോ ഞാനാണെങ്കിൽ ചോക്ക് ഉപയോഗിച്ച് ഇവിടെ നിന്നും എ എന്ന പോയിന്റിൽ നിന്നും വരച്ച് ബി എന്ന പോയിന്റ് വരെ എത്തി. അപ്പോൾ ഉറപ്പായിട്ടും ഫ്രിക്ഷൻ കാരണമാണെങ്കിൽ ചോക്കിന് തേയ്മാനം ഉണ്ടായി കാണും. ശരിയല്ലേ? ഞാൻ ചോക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഫ്രിക്ഷൻ ആണെങ്കിൽ അതിനെ ബാക്കിലേക്ക് ഫോഴ്സ് കൊടുക്കും. അതിൻ്റെ ഫലമായിട്ട് അതിന് തേയ്മാനം ഉണ്ടാകും. അപ്പോൾ ഫ്രിക്ഷൻ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? ഇനിയാണെങ്കിൽ ഞാനാണെങ്കിൽ ചോക്ക് ഒരു വ്യത്യസ്തമായ പാതയിലൂടെ വരയ്ക്കാൻ പോവുകയാണ്. സോ ഞാൻ ഇപ്പോൾ ചോക്കിനെ വരച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് രീതി വരച്ചപ്പോൾ ഉണ്ടായ തേയ്മാനവും സെക്കൻഡ് രീതി വരയ്ക്കുമ്പോൾ ഉണ്ടായ തേയ്മാനവും ഒരുപോലെയാണോ? അല്ല. കാരണം ഈ രണ്ട് സിറ്റുവേഷനിലും ചോക്ക് എ മുതൽ ബി വരെയാണ് കൊണ്ടെത്തിച്ചതെങ്കിലും ഇവിടെ ഉണ്ടായ തേയ്മാനം അല്ലെങ്കിൽ ഫ്രിക്ഷൻ ചെയ്ത വർക്ക് വ്യത്യസ്തമായിരുന്നു. ശരിയല്ലേ? ഞാനാണെങ്കിൽ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ പാത്തിലൂടെ കൊണ്ടുപോയപ്പോഴത്തേക്കും ഫ്രിക്ഷൻ ആണെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യുകയും ചോക്ക് കൂടുതൽ തേഞ്ഞു പോവുകയും ചെയ്തു കാണും. അപ്പോൾ ഒരു ഫോഴ്സ് ആണെങ്കിൽ ഒരു വർക്ക് ചെയ്യുകയാണ്. ആ വർക്കാണെങ്കിൽ പാത്തിനെ ആശ്രയിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. എ ഫോഴ്സ് ഈസ് സെറ്റ് ടു ബി നോൺ കൺസർവേറ്റീവ് ഇഫ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് പാത്ത് ഡിപ്പെൻഡൻറ്റ്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഇൻഡിപെൻഡൻ്റ് എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? ഇവിടെ പറഞ്ഞ എന്താണ്? ആശ്രയിക്കുന്നതാണ്. എങ്കിൽ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്.
അപ്പോൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിലാണെങ്കിൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അതായത് ഞാൻ ഇവിടെ ചെയ്ത വർക്കും, അതായത് പാത്ത് 1 ആണിത്, ഇത് പാത്ത് 2 ആണെന്ന് വിചാരിച്ചോ. സോ പാത്ത് 1ലെ വർക്ക് ആർക്ക് ഈക്വൽ അല്ല? പാത്ത് 2ലെ വർക്കിന് ഈക്വൽ അല്ല. എങ്കിൽ ആ ഫോഴ്സ്, ആ വർക്ക് ചെയ്ത ഫോഴ്സ് ആരാണോ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഇനി നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളാണെങ്കിൽ ചോക്ക് ഇങ്ങനെ വരച്ചെന്ന് വിചാരിച്ചു, ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ ചോക്ക് വരച്ചു. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇവിടെ തേയ്മാനം 0 ആണ്, അഥവാ ഫ്രിക്ഷൻ ചെയ്ത വർക്ക് 0 ആണ്. 0 ആകുമോ? ഇല്ല. അപ്പോൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ക്ലോസ്ഡ് പാത്തിൽ ചെയ്ത വർക്ക് എത്രയായിരിക്കും? 0 ആകുകയില്ല. പക്ഷേ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിലോ ക്ലോസ്ഡ് പാത്തിലൂടെ ചെയ്ത വർക്ക് 0 ആയിരിക്കും. സോ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എവിടുന്ന് തുടങ്ങിയോ അവിടെ തന്നെ അവസാനിച്ചാൽ കൂടി വർക്കിൻ്റെ വാല്യൂ 0 ആകുകയില്ല. പക്ഷേ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ക്ലോസ്ഡ് പാത്തിൽ ചെയ്ത വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. The work done by such a force in moving a body around a closed path is not 0. ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണത്, ശരിയല്ലേ? അതുപോലെ ഏതൊക്കെയാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്? ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ബോഡി ആണെങ്കിൽ ഒരു സോളിഡ് സർഫസിലൂടെ നിരക്കുമ്പോൾ എന്തുണ്ടാവും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും, ശരിയല്ലേ? അതുപോലെ ലിക്വിഡിൻ്റെ ആണെങ്കിൽ ലെയറുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ എയറിൻ്റെ റെസിസ്റ്റൻസ്, ഇതൊക്കെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സുകളാണ്. അപ്പോൾ നമുക്ക് പൊതുവെ ഇങ്ങനെ പറയാം, എല്ലാ റെസിസ്റ്റീവ് ഫോഴ്സുകളും എന്താണ്? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. എല്ലാ സെൻട്രൽ ഫോഴ്സുകളും എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സുകളാണ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സുകളും മനസ്സിലായല്ലോ. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് തിരിച്ചു വരാം. പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ക്യാപിറ്റൽ യു കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ബോഡി ഇരിപ്പുണ്ട്. ബോഡിയുടെ മാസ് എം ആണ്. അതുകൊണ്ട് ഭൂമിയാണെങ്കിൽ അതിനെ താഴോട്ട് വലിക്കും. എത്രയാണ്? mg എന്ന ഫോഴ്സിൽ താഴേക്ക് വലിക്കും, ശരിയല്ലേ? ഈ ബോഡിയെ എനിക്ക് മുകളിലോട്ട് ഉയർത്തണമെങ്കിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കണം. ആ ഫോഴ്സ് ആരെക്കാളും വലുതായിരിക്കണം? mgയേക്കാളും വലുതായിരിക്കണം. സോ ഞാൻ മുകളിലോട്ട് ഉയർത്തണമെങ്കിൽ കൊടുക്കേണ്ട മിനിമം ഫോഴ്സ് എത്രയാണ്? mg ആണ്, ശരിയല്ലേ? mg എന്ന ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ്, ബോഡിയിലേക്ക് ആക്ട് ചെയ്ത നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയി പോകും, ശരിയല്ലേ? mg താഴോട്ടും ഇവിടെ mg മുകളിലോട്ടും ആക്ട് ചെയ്യുന്നെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആയി പോകും. അതുകൊണ്ട് ബോഡിക്കാണെങ്കിൽ മുകളിലോട്ടൊരു യൂണിഫോം മോഷനിൽ മുകളിലോട്ട് പോകാൻ പറ്റും. സോ ബോഡി മുകളിലോട്ട് യൂണിഫോം മോഷനിൽ പോകണമെങ്കിൽ ഞാൻ മുകളിലോട്ട് കൊടുക്കേണ്ട ഫോഴ്സ് എത്രയാണ്? mg എന്ന ഫോഴ്സ് ആണ്, ശരിയല്ലേ? ഇനി mgയേക്കാളും വലിയ ഫോഴ്സാണ് ഞാൻ മുകളിലോട്ട് കൊടുക്കുന്നതെങ്കിൽ അതിനെന്തുണ്ടാവും? മുകളിലോട്ട് വെലോസിറ്റി കൂടി വരും, ശരിയല്ലേ? അതായത് മുകളിലോട്ട് ആക്സിലറേഷൻ ഉണ്ടാവും. എനിക്കാണെങ്കിൽ മുകളിലോട്ട് ഇങ്ങനെ ആക്സിലറേഷൻ അല്ല വേണ്ടുന്നത്, എനിക്ക് ബോഡി ആണെങ്കിൽ മുകളിലോട്ട് യൂണിഫോം വെലോസിറ്റിയിൽ മുകളിലോട്ട് ഉയരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കേണ്ട ഫോഴ്സ് എത്രയാണ്? mg. സോ ഞാനാണെങ്കിൽ mg എന്ന ഫോഴ്സ് ബോഡിക്ക് മുകളിലോട്ട് കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് ബോഡി ആണെങ്കിൽ ഇവിടെ നിന്നും h ഹൈറ്റ്, ഇത് ഹൈറ്റാണ് h ഹൈറ്റ് മുകളിൽ ബോഡി പോയിരിക്കുകയാണ്. ബോഡി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു, ശരിയല്ലേ? അതായത് ഞാൻ ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. ഞാൻ കൊടുത്ത ഫോഴ്സ് എത്രയായിരുന്നു? മുകളിലോട്ട് കൊടുത്ത ഫോഴ്സ് ആണ് mg, ശരിയല്ലേ? ഇത് ഗ്രാവിറ്റി കൊടുത്ത ഫോഴ്സ് അല്ല, ഞാൻ കൊടുത്ത ഫോഴ്സ് ആണ്. അതുപോലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, എത്രയാണ്? h. സോ ഫോഴ്സ് കൊടുത്തത് മുകളിലോട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലോട്ടാണ്. അപ്പോൾ ആംഗിൾ എത്രയാണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും മുകളിലോട്ടാണെങ്കിൽ ആംഗിൾ തീറ്റൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ വർക്ക് ഈസ് ഈക്വൽ ടു fs കോസ് തീറ്റയാണ്. എഫിൻ്റെ വാല്യൂ mg ആണ്, എസിൻ്റെ വാല്യൂ h ആണ്. കോസ് എത്രയാണ്? 0. കോസ് 0 എത്രയാണ്? 1 ആണ്. സോ mgh. ഞാൻ ബോഡിയിലോട്ട് കൊടുത്ത വർക്കാണ് mgh. അപ്പോൾ നമ്മളൊരു വർക്ക് ബോഡിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യും? ആ വർക്കിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. സോ ഇവിടെയാണെങ്കിൽ ബോഡി mgh എന്ന വർക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോർ ചെയ്ത വർക്കിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. സോ ഇപ്പോൾ ബോഡിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. അതായത് ഞാൻ എത്ര വർക്കാണോ ബോഡിയിലേക്ക് ചെയ്തത് അത്രയും വർക്ക് ഈ ബോഡി ആണെങ്കിൽ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഞാൻ ഈ ബോളിനെ വിട്ടു കഴിഞ്ഞാലോ ആ പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്തുകൊണ്ട് ആ ബോൾ താഴേക്ക് വരും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആ പൊട്ടൻഷ്യൽ എനർജി കുറയത്തില്ലേ?
ആ കുറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി അത് കൈനറ്റിക് എനർജി ആയിട്ട് വിനിയോഗിക്കും. അത് കാരണം അതിനെന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ശരിയല്ലേ? ഈ കേസിലാണെങ്കിൽ ഗ്രാവിറ്റി എന്താണ് ചെയ്തത്? ഞാൻ ബോളിനെ മുകളിലോട്ട് ഉയർത്തിയപ്പോഴത്തേക്കും ഗ്രാവിറ്റി ആണെങ്കിൽ താഴേക്ക് വലിച്ചു. ശരിയല്ലേ? ഗ്രാവിറ്റി കൊടുത്ത ഫോഴ്സ് എത്രയായിരുന്നു? mg ആണ്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. ശരിയല്ലേ? അപ്പോൾ ഗ്രാവിറ്റി ചെയ്ത വർക്ക് എത്രയാണ്? ഗ്രാവിറ്റി ചെയ്ത വർക്ക് -mgh ആണ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ശരിയല്ലേ? W is equal to വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി is equal to -mgh. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ശരിയല്ലേ? ഈ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ത് വർക്കാണ് ചെയ്തത്? നെഗറ്റീവ് വർക്കാണ് ചെയ്തത്. സോ കൺസർവേറ്റീവ് ഫോഴ്സ് നെഗറ്റീവ് വർക്കാണ് ഇവിടെ ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് പൊട്ടൻഷ്യൽ എനർജി കൂടിയാണോ കുറഞ്ഞതാണോ ചെയ്തത്? ഞാൻ ബോളിനെ മുകളിലോട്ട് ഉയർത്തിയപ്പോഴത്തേക്കും ഗ്രാവിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ചെയ്ത വർക്ക് എന്താണ്? നെഗറ്റീവ് വർക്കാണ്. അതിൻ്റെ ഫലമായിട്ട് പൊട്ടൻഷ്യൽ എനർജി കൂടി. അപ്പോൾ ഒരു വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടണമെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സ് നെഗറ്റീവ് വർക്ക് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ് ആണത്. ഒരു വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സുകൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് വർക്ക് ചെയ്താൽ മാത്രമേ വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുകയുള്ളൂ. ഇനി കൺസർവേറ്റീവ് ഫോഴ്സ് പോസിറ്റീവ് വർക്കാണ് ചെയ്യുന്നതെങ്കിലോ? ഞാൻ ബോളിനെ താഴേക്ക് വിട്ടു കഴിഞ്ഞു. അപ്പോൾ ഭൂമി എങ്ങോട്ട് വലിക്കും? താഴോട്ട് വലിക്കും. ശരിയല്ലേ? സോ ഭൂമി താഴോട്ട് വലിക്കും, ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടായിരിക്കും. അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ത് വർക്കാണ് ചെയ്തത് ഇവിടെ? പോസിറ്റീവ് വർക്കാണ് ചെയ്തത്. അതുകൊണ്ട് ബോൾ താഴേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? കുറയും. സോ കൺസർവേറ്റീവ് ഫോഴ്സ് പോസിറ്റീവ് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ കുറയും. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ നെഗറ്റീവ് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ കൂടും. സോ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണത്. ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജി തമ്മിലുള്ള ബന്ധം. നമുക്ക് ഈ റിലേഷൻ ആണെങ്കിൽ ഒരു ഇക്വേഷൻ രൂപത്തിലേക്ക് കൊണ്ടുവരാം. സോ കൺസർവേറ്റീവ് ഫോഴ്സ് ഞാൻ എഫ് സി എഴുതാൻ പോവാണ്. എഫ് സിൻ്റെ മീനിങ് എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ്. അതൊരു വർക്ക് ചെയ്യാൻ പോവുകയാണ്. ഫോഴ്സ് ഉണ്ട്, ഇനി ഡിസ്പ്ലേസ്മെന്റ് വേണം. ശരിയല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഡി എക്സ് ആണെന്ന് വിചാരിച്ചോ, ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ്. സോ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഇവിടെ ഒരു വർക്ക് ചെയ്തു. എന്തൊരു വർക്കാണ് ചെയ്തത്? നെഗറ്റീവ് വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ശരിയല്ലേ? പൊട്ടൻഷ്യൽ എനർജിയാണ് ഡി യു, ചെറിയ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി യു എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഡി യുവിൻ്റെ അർത്ഥം എന്താണ്? ചെറിയ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ചെറിയ വർക്ക്. സോ വർക്കാണല്ലോ ഇവിടെ പൊട്ടൻഷ്യൽ ആയിട്ട് മാറിയത്. അപ്പോൾ -FC, അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് നെഗറ്റീവ് വർക്ക് ചെയ്തപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായി. ശരിയല്ലേ? ചെറിയ വർക്കാണ് ചെയ്തത്, അതുകൊണ്ട് ചെറിയ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായി. സോ കൺസർവേറ്റീവ് ഫോഴ്സ് minus conservative force which is equal to du divided by dx. നമുക്ക് മൈനസ് സൈൻ ഇവിടെ കൊണ്ടുവരാം. കൺസർവേറ്റീവ് ഫോഴ്സ് is equal to minus du divided by dx. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ വിളിക്കുന്ന പേരാണ് ഗ്രേഡിയന്റ്. അതായത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ വിളിക്കുന്ന പേരെന്താണ്? ഗ്രേഡിയന്റ്. അതായത് നമുക്കിങ്ങനെ പറയാം, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. പൊട്ടൻഷ്യലിന്റെ നെഗറ്റീവ് ഗ്രേഡിയന്റ് ആണ് എന്ത്? കൺസർവേറ്റീവ് ഫോഴ്സ്. സോ നിങ്ങളുടെ NCERT ടെക്സ്റ്റിലുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണത്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രേഡിയന്റ് ആണ്. ഇത്രയുമാണ് പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. പൊട്ടൻഷ്യൽ എനർജിക്കാണെങ്കിൽ പോസിറ്റീവ് വാല്യൂ ഉണ്ട്, അതുപോലെ സീറോ വാല്യൂ ഉണ്ട്, അതുപോലെ നെഗറ്റീവ് വാല്യൂ ഉണ്ട്. സോ മറ്റ് എനർജിയെ പോലെയല്ല പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിക്ക് പോസിറ്റീവും സീറോവും നെഗറ്റീവ് വാല്യൂ ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആകണമെങ്കിൽ അതുണ്ടാക്കുന്ന ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കണം. അതായത് ഒരു മാഗ്നറ്റ് ഉണ്ട്, ഒരു കാന്തമുണ്ട്, കാന്തത്തിന് നോർത്തും സൗത്തും ഉണ്ട്. വേറൊരു കാന്തം എടുത്തു, ഇവിടെ ഞാൻ സൗത്തും ഇവിടെ നോർത്തും വെക്കുകയാണ്. ശരിയല്ലേ? ഈ സൗത്തും എന്തോ ചെയ്യും? റിപ്പൽ ചെയ്യും. എങ്കിൽ ഇതിനിടയിലുണ്ടാകുന്ന, ഈ സിസ്റ്റത്തിന് ഇടയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിക്ക് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജും അടുത്ത് വേറൊരു പോസിറ്റീവ് ചാർജും വെക്കുകയാണ്, ഉറപ്പായിട്ടും അവ റിപ്പൽ ചെയ്യും. ശരിയല്ലേ? വികർഷിച്ചു പോകും. അതുകൊണ്ട് ഈ സിസ്റ്റത്തിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? പോസിറ്റീവ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും.
സോ പൊട്ടൻഷ്യൽ എനർജിക്ക് പോസിറ്റീവ് വാല്യൂ വേണമെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യണം. ഇനി പൊട്ടൻഷ്യൽ എനർജിക്ക് നെഗറ്റീവ് വാല്യൂ വരണമെങ്കിൽ എന്ത് ചെയ്യണം? അട്രാക്റ്റീവ് ഫോഴ്സ് വരണം. ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിനെ അട്രാക്റ്റ് ചെയ്യും, ശരിയല്ലേ? അതിൻ്റെ ഫലമായിട്ട് ഈ സിസ്റ്റത്തിൻ്റെ ഇടയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് വാല്യൂ ആയിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ ഭൂമിയാണെങ്കിൽ മറ്റ് വസ്തുക്കളെ അട്രാക്റ്റ് ചെയ്യും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റി കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് വാല്യൂ ആയിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പ്ലസ് ടുവിലും അതുപോലെയാണെങ്കിൽ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലും പഠിക്കും. ഗ്രാവിറ്റി കൊടുക്കുന്ന പൊട്ടൻഷ്യൽ 0 ആകണമെങ്കിൽ വസ്തു ആണെങ്കിൽ അങ്ങ് സ്പേസിലായിരിക്കണം. സോ സ്പേസിലാണെങ്കിൽ ഗ്രാവിറ്റി കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഇതൊക്കെ നമ്മൾ ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ പഠിക്കും. പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചുള്ള എല്ലാത്തരം ബേസിക് കോൺസെപ്റ്റുകളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി NCERT ടെക്സ്റ്റിലെ പ്രോബ്ലംസിലേക്ക് നോക്കാം. നമ്മുടെ എക്സസൈസ് 6.5ലെ ക്വസ്റ്റ്യൻ ആണ്, The casing of a rocket in flight burns up due to friction. At whose expense is the heat energy required for burning obtained? The rocket or the atmosphere? സോ റോക്കറ്റ് ആണെങ്കിൽ മുകളിലോട്ട് പോകുമ്പോൾ ഫ്രിക്ഷൻ കാരണം അതിൻ്റെ കേസിങ് ബേൺ ഔട്ട് ആവാറുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇങ്ങനെ ബേൺ ചെയ്യാൻ ആവശ്യമായ ഹീറ്റ് എനർജി ആരാണ് പ്രൊവൈഡ് ചെയ്യണത്? റോക്കറ്റ് ആണോ അതോ ചുറ്റുപാടുമുള്ള എയർ ആണോ? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. റോക്കറ്റ് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കറിയാം റോക്കറ്റിനകത്ത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും യൂസ് ചെയ്തുകൊണ്ടാണ് റോക്കറ്റിൻ്റെ കേസിംഗ് ബേൺ ആയി പോകുന്നത്. സോ ആൻസർ എന്താണ്? റോക്കറ്റാണ് ബേൺ ചെയ്യാൻ ആവശ്യമായ ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യണത്. നമുക്കിനി ബി പാർട്ട് നോക്കാം. കോമറ്റ്സ് മൂവ് അറൌണ്ട് ദ സൺ ഇൻ ഹൈലി എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ്. The gravitational force on the comet due to the sun is not normal to the comet's velocity in general. Yet the work done by the gravitational force over any complete orbit of the comet is 0. Why? അതായത് ഉൽക്കാശിലകങ്ങൾ സൂര്യന് ചുറ്റും ചുറ്റുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ്. അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതാണ് വെലോസിറ്റി എങ്കിൽ ഈ വെലോസിറ്റി ഒരിക്കലും സെൻട്രിപെറ്റൽ ഫോഴ്സിന് നോർമൽ അല്ല. അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സുമായിട്ട് ഈ വെലോസിറ്റി 90 ഡിഗ്രി അല്ല. സർക്കുലർ മോഷൻ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ 90 ഡിഗ്രി ഉണ്ടാകത്തുള്ളൂ, ശരിയല്ലേ? അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സും അതുപോലെയാണെങ്കിൽ വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആകണമെങ്കിൽ സർക്കുലർ മോഷൻ ആയിരിക്കണം. പക്ഷേ ഉൽക്കാശിലകങ്ങളാണെങ്കിൽ സൂര്യനെ ചുറ്റുന്നത് ഒരു എലിപ്റ്റിക്കൽ ആകൃതിയിലാണ്. അതായത് ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സും വെലോസിറ്റിയും അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയല്ല? 90 ഡിഗ്രി അല്ല. സോ നമുക്കറിയാം 90 ഡിഗ്രി ആണെങ്കിൽ വർക്കിൻ്റെ വാല്യൂ 0 ആണ്, ശരിയല്ലേ? സോ വർക്ക് ഈസ് ഈക്വൽ ടു FS കോസ് തീറ്റയാണ്. ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിളായ തീറ്റ 90 ഡിഗ്രി ആയിരുന്നെങ്കിൽ വർക്കിൻ്റെ വാല്യൂ എന്തായി പോയേനെ? 0 ആയി പോയേനെ. പക്ഷേ ഇവിടെ ആംഗിളിൻ്റെ വാല്യൂ 90 ഡിഗ്രി അല്ല, എന്നിട്ടും വർക്കിൻ്റെ വാല്യൂ 0 ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, ശരിയല്ലേ? സോ ഇവിടെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സിനെ കൊടുക്കുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, ശരിയല്ലേ? സോ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഇവിടെ എങ്ങനെയാണ് വർക്കിൻ്റെ വാല്യൂ 0 വന്നത്? FS കോസ് തീറ്റ കൊണ്ടല്ല 0 വന്നത്, പകരം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. ഇനി നമുക്ക് സി പാർട്ട് നോക്കാം. ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് ദ എർത്ത് ഇൻ വെരി തിൻ അറ്റ്മോസ്ഫിയർ ലോസസ് ഇറ്റ്സ് എനർജി ഗ്രാജുവലി ഡ്യൂ ടു ഡിസിപ്പേഷൻ അഗൈൻസ്റ്റ് അറ്റ്മോസ്ഫിയറിക് റെസിസ്റ്റൻസ്. ഹൗവർ സ്മോൾ, why then does its speed increases progressively as it comes closer and closer to the earth? ഇവിടെയാണെങ്കിൽ ഒരു സാറ്റലൈറ്റ് ഉണ്ട്. സാറ്റലൈറ്റ് ആണെങ്കിൽ ഈ എർത്തിന് ചുറ്റും കിടന്ന് റിവോൾവ് ചെയ്യുകയാണ്. ഇനിയാണെങ്കിൽ ഈ സാറ്റലൈറ്റ് ഈ എർത്തിന് അടുത്തേക്കുള്ള ഓർബിറ്റിലേക്ക് വരികയാണെന്ന് കരുതുക. സോ അടുത്തുള്ള ഓർബിറ്റിലാണ് കിടന്ന് ചുറ്റുന്നതെന്ന് കരുതുക. ഈ ഓർബിറ്റിലാണ് സാറ്റലൈറ്റ് കിടന്ന് ചുറ്റുന്നതെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. സാധാരണയായിട്ട് ഇവിടെ എയറിൻ്റെ വാല്യൂ കൂടുതലാണ് ഈ ഓർബിറ്റിൽ. അതുകൊണ്ട് എയറിൻ്റെ റെസിസ്റ്റൻസ് കാരണമാണെങ്കിൽ സ്പീഡ് കുറയുകയാണ് ചെയ്യേണ്ടത്, ശരിയല്ലേ? പക്ഷേ സാറ്റലൈറ്റ് ആണെങ്കിൽ എർത്തിന് അടുത്തുള്ള ഓർബിറ്റിലാണ് കിടന്ന് കറങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സ്പീഡ് കൂടും. എന്തുകൊണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം
സാറ്റലൈറ്റിനാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് കൊണ്ടൊരു എനർജി ഉണ്ട്, ശരിയല്ലേ? ഹൈറ്റ് കൊണ്ടിട്ട് എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. അതുപോലെയാണെങ്കിൽ റിവോൾവ് ചെയ്യുമ്പോൾ എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്, ശരിയല്ലേ? സോ റിവോൾവ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ സാറ്റലൈറ്റിൻ്റെ ആകെ എനർജി എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈക്വൽ ടു ടോട്ടൽ എനർജി. അപ്പോൾ ഹൈറ്റ് കൂടിയ ഭാഗത്താണെങ്കിൽ സാറ്റലൈറ്റ് കറങ്ങുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും, ശരിയല്ലേ? നമുക്ക് കൈനറ്റിക് എനർജിയെ കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷേ ഇവിടെ ഉറപ്പായിട്ടും ഹൈറ്റ് കൂടിയ ഓർബിറ്റിലാണ് കറങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈക്വൽ ടു ടോട്ടൽ എനർജി. ഇനി ഏത് ഓർബിറ്റിലാണെങ്കിലും ടോട്ടൽ എനർജിയുടെ വാല്യൂ ഏകദേശം ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. അവിടെ നമ്മൾ ഈ കാര്യം വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈക്വൽ ടു ടോട്ടൽ എനർജി. ടോട്ടൽ എനർജിയുടെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇനിയാണെങ്കിൽ സാറ്റലൈറ്റ് ഭൂമിക്ക് അടുത്തുള്ള, അതായത് ഹൈറ്റ് കുറഞ്ഞ ഓർബിറ്റിലാണ് കിടന്ന് ചുറ്റുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിക്ക് അത്രയും വാല്യൂ ഉണ്ടാവുമോ? ഇല്ല, പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ കുറവായിരിക്കും. പക്ഷേ ടോട്ടൽ എനർജി കുറയാൻ പാടില്ല, ശരിയല്ലേ? ടോട്ടൽ എനർജി അതുപോലെ തന്നെ വേണം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ ആര് കൂടണം? കൈനറ്റിക് എനർജി കൂടണം, ശരിയല്ലേ? അപ്പോൾ എർത്തിന് അടുത്തുള്ള ഓർബിറ്റിലാണ് സാറ്റലൈറ്റ് കറങ്ങുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറവായിരിക്കും, പക്ഷേ ആര് കൂടുതലായിരിക്കും? കൈനറ്റിക് എനർജി കൂടും. എന്നാൽ മാത്രമേ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി സാധ്യമാകത്തുള്ളൂ. അതായത് ആകെ എനർജിയുടെ വാല്യൂ കൂടുകയോ കുറയുകയോ ഇല്ല, അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് കോൺസ്റ്റൻ്റ് ആകണമെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറയുമ്പോൾ കൈനറ്റിക് എനർജി കൂടണം. സോ അതുകൊണ്ടാണ് ഈ എർത്തിന് അടുത്തുള്ള ഓർബിറ്റിൽ നമ്മളെ സാറ്റലൈറ്റ് ചുറ്റാൻ നേരത്ത് അതിൻ്റെ കൈനറ്റിക് എനർജി കൂടുതലായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അടുത്താണ് നമ്മുടെ ഡി ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ 6.13, ഇതാണ് നമ്മുടെ 6.13 എന്ന ഫിഗർ. ദ മാൻ വാക്സ് 2 meter carrying a mass of 15 kilogram on his hands. സോ ഇവിടെയാണെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ 15 കിലോഗ്രാം മാസുള്ള വസ്തുവിനെയും പൊക്കിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അയാൾ നടന്ന ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് ആണ് 2 meter. ഇൻ ഫിഗർ 2, ഇതാണ് നമ്മുടെ ഫിഗർ 2. ഹി വാക്സ് വിത്ത് ദ സെയിം ഡിസ്റ്റൻസ് പുള്ളിങ് എ റോപ്പ് ബിഹൈൻഡ് ഹിം. അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു റോപ്പുണ്ട്. ആ റോപ്പിനകത്താണെങ്കിൽ ഒരു 15 കിലോഗ്രാം മാസ് കിട്ടിത്തൂക്കിയിട്ടുണ്ട്, ശരിയല്ലേ? ദ റോപ്പ് ഗോസ് ഓവർ എ പുള്ളി ആൻഡ് എ മാസ് ഓഫ് 15 കിലോഗ്രാം ഹാങ്സ് അറ്റ് ഇറ്റ്സ് അതർ എൻഡ്. ഇൻ വിച്ച് കേസ് ഈസ് ദ വർക്ക് ഡൺ ഗ്രേറ്റർ? അതായത് ഏത് കേസിലാണ് വർക്കിൻ്റെ വാല്യൂ കൂടുതലായിട്ട് ഉള്ളത്? സോ നമുക്ക് ഒന്നാമത്തെ ഫിഗർ എടുക്കാം. ഒന്നാമത്തെ ഫിഗറിലാണെങ്കിൽ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇയാൾ ഈ വസ്തുവിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നത് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്, ശരിയല്ലേ? എന്നാൽ മാത്രമേ വസ്തുവിന് അവിടെ നിൽക്കാൻ കഴിയുള്ളൂ. ഇയാളാണെങ്കിൽ ഇങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും വസ്തു താഴോട്ട് വീഴും. കാരണം mg എന്ന ഫോഴ്സ് വസ്തുവിലേക്ക് ഉറപ്പായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വസ്തുവിനെ താങ്ങി പിടിക്കണമെങ്കിൽ, ഇങ്ങനെ താങ്ങി നിർത്തണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. സോ ഒരു വസ്തുവിനെ ഒരാൾ ക്യാരി ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അയാൾ ഫോഴ്സ് കൊടുക്കുന്നത് എങ്ങോട്ടായിരിക്കണം? മുകളിലോട്ടായിരിക്കണം. അദ്ദേഹത്തിന് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്? ഇങ്ങനെയാണ്, ശരിയല്ലേ? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. സോ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. സോ വർക്കിൻ്റെ വാല്യൂ എത്രയാണ്? W ഈക്വൽ ടു FS കോസ് തീറ്റയാണ്. തീറ്റൻ്റെ വാല്യൂ 90 ആണെങ്കിൽ കോസ് തീറ്റ 0 ആവും. സോ ആൻസർ എത്രയായി മാറും? 0. അതിൻ്റെ അർത്ഥം ഇദ്ദേഹം ഒരു വർക്കും ചെയ്തില്ലെന്നാണോ? ഉറപ്പായിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷനെതിരെയാണെങ്കിൽ ഇദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബോഡിയിലോട്ട് ചെയ്ത വർക്ക് എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കേസിലെ വാല്യൂ 0 ആയിട്ട് എടുത്തു. ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് ആക്ച്വലി നന്നായി കൺഫ്യൂസ് ചെയ്യുന്ന ഒരു പടമാണ്, ശരിയല്ലേ? നമ്മൾ നോക്കുമ്പോൾ ദേ ഫോഴ്സ് ഇങ്ങോട്ടാണ് കൊടുക്കുന്നത്, ശരിയല്ലേ? അല്ലെങ്കിൽ ഫോഴ്സ് മുകളിലോട്ടാണ് കൊടുക്കുന്നത്. അയാൾ ഇങ്ങോട്ടാണ് നടന്നു പോകുന്നത്. സോ നമുക്ക് തോന്നും ഇവിടെ 90 ഡിഗ്രി ആണെന്ന് തോന്നും, ശരിയല്ലേ? അയാൾ നടന്നു പോകുന്നത് ഇങ്ങനെയാണ്, ഈ വസ്തുവിന് ഫോഴ്സ് കിട്ടുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് തോന്നും. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് ആംഗിൾ 90 ആണെന്ന് തോന്നും. പക്ഷേ 90 ഡിഗ്രി അല്ല. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് വസ്തുവിന് എങ്ങനെയാണ് ഫോഴ്സ് കിട്ടിയത്, ഈ ബോഡിക്ക് എങ്ങനെയാണ് ഫോഴ്സ് കിട്ടിയത്. ബോഡിക്ക് എങ്ങനെയാണ് ഫോഴ്സ് കിട്ടിയത്? ബോഡിക്ക് മുകളിലോട്ടാണ് ഫോഴ്സ് കിട്ടിയത്, ശരിയല്ലേ? സോ ഫോഴ്സ് മുകളിലോട്ടായിരുന്നു. ഇനി ബോഡി എങ്ങോട്ടാണ് ഡിസ്പ്ലേസ് ചെയ്തത്? അതും മുകളിലോട്ടാണ്, ശരിയല്ലേ? സോ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലാണ്. അല്ലാതെ ഇദ്ദേഹം നടന്ന ഡയറക്ഷൻ അല്ല നോക്കേണ്ടത്. ബോഡിക്ക് എങ്ങനെയാണ് ഫോഴ്സ് കിട്ടിയത്, അതുപോലെ ബോഡി എത്രയാണ് ഡിസ്പ്ലേസ് ചെയ്തത്, അതാണ് നോക്കേണ്ടത്. അല്ലാതെ ബോഡിക്ക് കിട്ടിയ ഫോഴ്സും ഇദ്ദേഹത്തിന് ഡിസ്പ്ലേസ്മെൻറ്റും അല്ല എടുക്കേണ്ടത്. ബോഡിയുടെ ഫോഴ്സ് ആണെങ്കിൽ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ബോഡിയുടെ ഫോഴ്സ് എങ്ങോട്ടായിരുന്നു? മുകളിലോട്ട്. ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്? ഇങ്ങോട്ട്. അതുകൊണ്ടാണ് ഇവിടെ 90 ആയിപ്പോയതും അതുപോലെ വർക്കിൻ്റെ വാല്യൂ 0 ആയിപ്പോയതും.
പക്ഷേ ഈ കേസിലാണെങ്കിലോ ബോഡി കിട്ടിയ ഫോഴ്സ് മുകളിലോട്ടും അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റും മുകളിലോട്ടാണ്. അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലാണ്. നമുക്കിവിടെ വർക്ക് കണ്ടുപിടിക്കാം. W ഈസ് ഈക്വൽ ടു FS കോസ് തീറ്റയാണ്. ശരിയല്ലേ? എഫിൻ്റെ വാല്യൂ എത്രയാണ്? വസ്തുവിനെ മുകളിലേക്ക് ഉയർത്താൻ ആവശ്യമായ മിനിമം ഫോഴ്സ് എത്രയാണ്? mg ആണ്. ശരിയല്ലേ? ഒരു ബോഡിയെ മുകളിലോട്ട് ഉയർത്തുവാൻ ആവശ്യമായ മിനിമം ഫോഴ്സ് അതിൻ്റെ വെയിറ്റിന് ഈക്വലൻ്റ് ആണ്. സോ എഫിൻ്റെ പകരം നമ്മൾ പറയും mg. എസ് എത്രയാണ്? നമ്മൾ എസ് അതുപോലെ എഴുതാം. കോസ് എത്രയാണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ കോസിൻ്റെ വാല്യൂ 0. കോസ് 0 എത്രയാണ്? 1. സോ ആൻസർ mgs. എമ്മിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 15 ആണ്. സോ 15 ഇൻറ്റു ജി നമുക്ക് 9.8 എടുക്കാം. ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 2 ആണ്. ഇദ്ദേഹം 2 മീറ്ററാണ് ഇങ്ങോട്ട് നടക്കുന്നതെങ്കിൽ ഈ വസ്തു 2 മീറ്റർ മുകളിലോട്ട് പോകും. ശരിയല്ലേ? കാരണം ഇദ്ദേഹമാണെങ്കിൽ ഈ കയറിനെ അദ്ദേഹത്തിനോട് ബന്ധിപ്പിച്ചേക്കുകയാണ്. അദ്ദേഹം എത്ര മീറ്ററാണോ മുന്നോട്ട് പോകുന്നത് അത്രയും മീറ്റർ ഈ വസ്തു മുകളിലോട്ട് പോകും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 2 ആണ്. സോ ആൻസർ 294 ജൂൾ എന്ന് കിട്ടും. സോ ഇവിടുത്തെ വർക്ക് എത്രയായിരുന്നു? 0 ആണ്. ഇവിടുത്തെ വർക്ക് 294 ജൂളാണ്. സോ ഈ കേസിലെ വർക്കാണ് കൂടുതൽ. ഇതോടുകൂടിയാണെങ്കിൽ നിങ്ങളുടെ NCERT ടെക്സ്റ്റിലെ പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ചുള്ള എല്ലാത്തരം കോൺസെപ്റ്റുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.